Hello all, welcome to my channel. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു C പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഒരു C പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. C is a case sensitive language. Most of the program statements are in lowercase letters. C എന്ന് പറയുന്നത് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അതായത് അപ്പർ കേസ് ലെറ്റേഴ്സിനെയും ലോവർ കേസ് ലെറ്റേഴ്സിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് C ലാംഗ്വേജ് ട്രീറ്റ് ചെയ്യുന്നത്. C പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ടത് ലോവർ കേസ് ലെറ്റേഴ്സിലാണ്. നെക്സ്റ്റ് റൂൾ, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് നെസസറിലി ബി ടെർമിനേറ്റഡ് വിത്ത് എ സെമികോളൻ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും സെമികോളൻ വെച്ചിട്ടാണ് അവസാനിപ്പിക്കേണ്ടത്. അത് കമ്പൽസറി ആണ്, അല്ലെങ്കിൽ നമുക്ക് സിൻടാക്സ് എറർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഈച്ച് പ്രോഗ്രാം ഷുഡ് കണ്ടെയ്ൻ എ മെയിൻ ഫംഗ്ഷൻ. എല്ലാ പ്രോഗ്രാമിനും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. Blank spaces may be provided between two words to improve readability of the statement, but no blank spaces are allowed within variables, constants and keywords. നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റീഡബിലിറ്റിക്കായി ബ്ലാങ്ക് സ്പേസസ് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റീഡബിലിറ്റിക്കായി ബ്ലാങ്ക് സ്പേസസ് നമുക്ക് കൊടുക്കാം. പക്ഷേ ഒരു വേരിയബിൾ നെയിം, കോൺസ്റ്റൻറ്റ്, കീവേഡ്സ് ഇതിലൊന്നും നമ്മൾ ബ്ലാങ്ക് സ്പേസസ് ഉപയോഗിക്കാൻ പാടില്ല. വേരിയബിൾസിൻ്റെ കൂടെയോ കോൺസ്റ്റൻസിൻ്റെ കൂടെയോ കീവേഡ്സിൻ്റെ കൂടെയോ ബ്ലാങ്ക് സ്പേസസ് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് റൂൾ, എൻറ്റയർ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് ബി എൻക്ലോസ്ഡ് വിത്തിൻ കേർലി ബ്രേസസ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കേർലി ബ്രാക്കറ്റിനുള്ളിലായിട്ടാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് റൂൾ, ഈച്ച് ഫയൽ മസ്റ്റ് ബി സേവ് വിത്ത് എക്സ്റ്റൻഷൻ C. ഒരു പ്രോഗ്രാം എഴുതിയതിന് ശേഷം ആ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ .c എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതായത് ഫയൽ നെയിം .c. ഇനി ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് വേരിയബിൾ ഡിക്ലറേഷൻ. ഒരു വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്കൊരു വേരിയബിളിൻ്റെ സിൻടാക്സ് നോക്കാം. ഡേറ്റ ടൈപ്പ്, ദെൻ വേരിയബിൾ നെയിം. വേരിയബിളിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആദ്യം എഴുതണം, ദെൻ ഏത് പേരാണോ നമ്മൾ വേരിയബിളിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വേരിയബിൾ നെയിം. എക്സാമ്പിൾസ് പരിശോധിക്കാം. ഇൻറ്റ് എ, ഫ്ലോട്ട്, റേറ്റ്, ദെൻ char നെയിം ഓഫ് 20. ഇൻറ്റ് എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഡിക്ലറേഷനാണ്. അതായത് ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്, ദെൻ എ എന്ന് പറയുന്നത് വേരിയബിൾ നെയിം. ഇൻറ്റ് എ എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എ എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിൾ. ദെൻ ഫ്ലോട്ട്, റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളാണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ദെൻ char നെയിം ഓഫ് 20. ഇതൊരു ക്യാരക്ടർ അറേ ആണ്. ഇതിൽ നമുക്ക് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു വേരിയബിൾ ഡെഫിനിഷൻ നോക്കാം. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇൻറ്റ് എ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എ എന്ന് പറഞ്ഞ വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ a is equal to 10 എന്ന് കൊടുക്കണം. അതുപോലെ റേറ്റ് is equal to 12.5. ദെൻ നെയിം is equal to Arun. അടുത്തതായി വേരിയബിൾ ഡിക്ലറേഷനും ഡെഫിനിഷനും ഒരുമിച്ച് ചെയ്യാൻ കഴിയും. അതായത് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10, ദെൻ ഫ്ലോട്ട് റേറ്റ് ഈസ് ഈക്വൽ ടു 12.5, ദെൻ char നെയിം ഓഫ് 20 ഈസ് ഈക്വൽ ടു Arun.
മുകളിൽ പറഞ്ഞ സെക്ഷന് നമ്മൾ ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. ഇവിടെ രണ്ടാമത്തെ ടൈപ്പിൽ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷനും അതിന് വാല്യൂ അസൈൻമെൻറ്റും ഒരൊറ്റ ലൈനിലാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഹെഡർ ഫയൽസ് എന്താണെന്ന് നോക്കാം. ഹെഡർ ഫയൽസ് ആർ പ്രൊവൈഡഡ് ബൈ ദ സി സ്റ്റാൻഡേർഡ് ലൈബ്രറി. സി സ്റ്റാൻഡേർഡ് ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. എ ഹെഡർ ഫയൽ ഇൻ സി കണ്ടെയ്ൻസ് ഫങ്ഷൻ ഡെഫിനിഷൻസ്, ഡേറ്റ ടൈപ്പ് ഡെഫിനിഷൻസ്, മാക്രോസ് എക്സെട്ര. ഒരു ഹെഡർ ഫയലിൽ നമുക്ക് ഫങ്ഷൻ ഡെഫിനിഷനും ഡാറ്റ ടൈപ്പ് ഡെഫിനിഷനും മാക്രോസ് ഇവയെല്ലാം നമുക്ക് കാണാൻ കഴിയും. Header files are imported to our program by writing preprocessor directive using #include. നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് #include എന്ന പ്രീപ്രൊസസ്സർ ഡയറക്റ്റീവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീപ്രൊസസ്സർ ഡയറക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീപ്രൊസസ്സർ ഡയറക്റ്റീവ്സ്. സോ ഒരു ഹെഡർ ഫയൽസിൽ നമുക്ക് ഫങ്ഷൻ ഡെഫിനിഷൻ, ഡാറ്റ ടൈപ്പ് ഡെഫിനിഷൻ, മാക്രോസ് ഇവയൊക്കെ കാണാൻ കഴിയും. മാക്രോസ് എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹെഡർ ഫയൽസിന് stdio.h, #include stdio.h, math.h, then string.h, then stdlib.h, then conio.h. stdio.h എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നീ ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത് printf, scanf എന്നീ ഫങ്ഷൻസ് ആണ്. അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായും #include stdio.h എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതിയിരിക്കേണ്ടതാണ്. ദെൻ math.h, നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ math.h എന്ന് #include math.h എന്ന് എഴുതേണ്ടത് നിർബന്ധമാണ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, കുറേ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഈ ഹെഡർ ഫയൽസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനുള്ള SQRT, ദെൻ POW ഫോർ ഫൈൻഡിങ് ദ പവർ എക്സെട്ര. ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ math.h എന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ദെൻ string.h എന്ന് പറയുന്നത് നമ്മളെ പ്രോഗ്രാമിൽ നാം സ്ട്രിങ് ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ string.h എന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. സ്ട്രിങ് ഫങ്ഷൻസിന് എക്സാമ്പിളായി strlen ടു ഫൈൻഡ് ദ സ്ട്രിങ് ലെങ്ത്, ദെൻ strcpy ഫോർ കോപ്പിയിങ് സ്ട്രിങ്സ്. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ലൈബ്രറി stdlib, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഹെഡർ ഫയൽ. അതിൽ നമുക്ക് malloc, cloc എന്നീ ഫങ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡീഅലോക്കേഷൻ, അതിന് വേണ്ടിയിട്ടാണ് malloc, cloc എന്നീ ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ദെൻ conio.h, കൺസോളിഡേറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഈ ഒരു ഹെഡർ ഫയൽ നമുക്ക് CLR, SCR, ദെൻ getch എന്നീ ഫങ്ഷൻസ് കാണാൻ കഴിയും. അടുത്തതായി നമുക്ക് printf ഫങ്ഷൻ എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. printf is an inbuilt library function available in stdio.h header file. stdio.h എന്ന ഹെഡർ ഫയലിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻബിൽറ്റ് ഫങ്ഷനാണ് printf എന്ന് പറയുന്നത്. printf function is used to print character, string, float, integer, octal and hexadecimal values onto the output screen. Output screenil ഒരു character, string, float, integer, octal, hexadecimal values ഇവയൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ printf ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. We use printf function with different formats specified to display the values. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമാറ്റ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് printfൽ യൂസ് ചെയ്തിട്ടാണ് വാല്യൂസ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി ഫോമാറ്റ് സ്പെസിഫയേഴ്സ് ഏതൊക്കെയാണ്, അവ ഏതൊക്കെ വാല്യൂസ് പ്രിൻ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇവിടെ നമുക്ക് കാണാം പെർസെൻറ്റേജ് ഡി എന്ന ഫോമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ പെർസെൻറ്റേജ് സി ഇസ് യൂസ് ടു പ്രിൻറ്റ് ക്യാരക്ടർ വാല്യൂസ്. ദെൻ പെർസെൻറ്റേജ് എഫ് ഫോർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ്, പെർസെൻറ്റേജ് എസ് ഫോർ സ്ട്രിംഗ് വാല്യൂസ്, ദെൻ പെർസെൻറ്റേജ് സി ഫോർ ഹെക്സാഡെസിമൽ വാല്യൂസ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോമാറ്റ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് പ്രിൻറ്റ് ചെയ്യിക്കാൻ കഴിയും. To generate a new line, we use /n in C printf statement. ഒരു പുതിയ ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് printf സ്റ്റേറ്റ്മെൻറ്റിൽ ഡബിൾ കോട്ട്സിൽ /n എന്നാണ് നാം എഴുതുന്നത്. അടുത്തതായി printf യൂസ് ചെയ്ത് എങ്ങനെ പ്രോഗ്രാംസ് എഴുതാമെന്ന് നമുക്ക് നോക്കാം. First program to print a welcome message. So main function എഴുതാം. main function start ചെയ്ത് ചെയ്യുക, open bracket, then printf എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, then within double quote welcome എന്നെഴുതുക, അതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു സെമിക്കോളൻ പ്ലേസ് ചെയ്യുക, then close the bracket. So printf എന്ന ഫംഗ്ഷനുള്ളിൽ ഡബിൾ കോട്ട്സിൽ ഒരു മെസ്സേജ് എഴുതിയാൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ printf ഓപ്പൺ ദ ബ്രാക്കറ്റ് ദെൻ ഡബിൾ കോട്ടിനുള്ളിൽ ആ ടെക്സ്റ്റ് മെസ്സേജ് എഴുതുക. എന്നാൽ നമ്മളെ ഔട്ട്പുട്ടിൽ എന്ത് ടെക്സ്റ്റ് മെസ്സേജാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ആ ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ വെൽക്കം എന്നാണ് എഴുതിയത്, അതുകൊണ്ട് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വെൽക്കം എന്നായിരിക്കും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. മെയിൻ ഫംഗ്ഷൻ, ദെൻ ഓപ്പൺ ദ ബ്രാക്കറ്റ് curly bracket, then int a is equal to 10, float b is equal to 20.5, then char name of 20 is equal to Manu. ഇവിടെ ഞാൻ 3 വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേരിയബിൾസിന് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ ഉപയോഗിച്ച വാല്യൂസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. int a is equal to 10, then ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ 20.5 is assigned to b, then ഒരു ക്യാരക്ടർ സ്ട്രിംഗ് വാല്യൂ മനു എന്നത് നെയിം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അറേയിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് printf സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. printf %d a ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് %d എന്ന ഫോമാറ്റ് സ്പെസിഫൈ യൂസ് ചെയ്തിട്ടാണ് എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്. ദെൻ printf /n %f, b. ഇതിൽ printfനുള്ളിലായി ഞാൻ /n എന്ന എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് ന്യൂ ലൈൻ എ എന്ന് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ലൈനിലായിരിക്കും ബിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നത്. ബിയുടെ വാല്യൂ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഫോമാറ്റ് സ്പെസിഫയർ %f ആയിരിക്കും. ദെൻ printf വിത്തിൻ ഡബിൾ കോട്ട് /n %s ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, കോമ, ദെൻ നെയിം. ഈ നെയിമിലുള്ള വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. ഈ രീതിയിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ആദ്യം 10 എന്ന് പ്രിൻറ്റ് ചെയ്യും, വാല്യൂ ഓഫ് എ, ദെൻ വാല്യൂ ഓഫ് ബി 20.5, ദെൻ മനു. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അടുത്തതായി scanf ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത printf ഫംഗ്ഷനെ പറ്റിയായിരുന്നു. ഇനി scanf ഫംഗ്ഷൻ. scanf ഫംഗ്ഷൻ is used to read character, string, numeric data etc. from the keyboard. കീബോർഡിൽ നിന്ന് ക്യാരക്ടർ, സ്ട്രിങ്, ഫ്ലോട്ടിംഗ് പോയിന്റ്, ന്യൂമറിക് ഡേറ്റ, ദാറ്റ് ഈസ് ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ട്, ഇതൊക്കെ നമുക്ക് കീബോർഡിലൂടെ റീഡ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് scanf ഫംഗ്ഷൻ. ഈ scanf ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് stdio.h എന്ന ഹെഡർ ഫയലിലാണ്. ഒരു scanf ഫംഗ്ഷൻ എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ 2 ഇൻറ്റിജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, int a, b.
ഇവിടെ ഞാൻ വേരിയബിൾസിന് വാല്യൂസ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വേരിയബിൾസിന് അസൈൻ ചെയ്യാനുള്ള വാല്യൂ കീബോർഡിലൂടെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ scanf ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പ്രോഗ്രാമിൽ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇൻറ്റ് a is equal to 10, b is equal to 20 ഈ രീതിയിൽ കൊടുക്കാം. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ എയുടെയും ബിയുടെയും വാല്യൂ കീബോർഡിലൂടെ റീഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ scanf ഫംഗ്ഷൻ ഉപയോഗിക്കണം. സോ scanf ഓപ്പൺ ദ ബ്രാക്കറ്റ് വിത്തിൻ ദ ഡബിൾ കോട്ട് നമ്മൾ ഫോമാറ്റ് സ്പെസിഫയർ എഴുതണം %d. എ എന്ന് പറയുന്ന വേരിയബിൾ എയും ബിയും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ഇൻറ്റിജർ ആയിട്ടാണ്. അതുകൊണ്ട് %d എന്ന ഫോമാറ്റ് സ്പെസിഫയേഴ്സ് ആണ് രണ്ടിൻ്റെ കേസിലും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ %d ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ദെൻ പുട്ട് എ കോമ, അതിനുശേഷം ആംപർസാൻഡ് എ എന്നെഴുതുക. ഇനി ബിയുടെ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി സെയിം തിങ് scanf %d ആംപർസാൻഡ് ബി. അപ്പോൾ നമ്മൾ കീബോർഡിൽ കൊടുക്കുന്ന വാല്യൂസ് എയിലും എ എന്ന് പറയുന്ന വേരിയബിളിലും ബി എന്ന പറയുന്ന വേരിയബിളിലും അസൈൻ ചെയ്തു. ഇനി ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നതിന് പകരം ഈ രണ്ട് വാല്യൂസും ഒരുമിച്ച് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എഴുതുന്നത്. അതായത് scanf ഡബിൾ കോട്ട്സ് ഓപ്പൺ ദ ബ്രാക്കറ്റ് ദെൻ ഡബിൾ കോട്ട് ദെൻ %d then close the bracket comma ampersand a comma ampersand b. ഈ രീതിയിൽ എഴുതിയാൽ ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ നമ്മൾ രണ്ട് വാല്യൂസ് എയ്ക്കും ബിക്കും വാല്യൂസ് റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നതിന് പകരം നമ്മളൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ എയുടെയും ബിയുടെയും വാല്യൂ റീഡ് ചെയ്തെടുത്തു. Thank you for watching the video. If you like this video, please share and subscribe the channel. Thank you.